എന്താണ് ഇഷ യോഗ സെൻറ്റർ എന്നുള്ളത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം എന്നുള്ളതാണ് ഈ ഒരു വ്ളോഗ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദിയോഗിയിൽ അല്ലെങ്കിൽ ഇഷ യോഗ സെൻറ്ററിൽ മെയിൻലി 6 കാര്യങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. ആദ്യമേ തന്നെ ഫേമസ് ആയ 112 അടി ഉയരമുള്ള ആദിയോഗി സ്റ്റാച്ചു. അത് കഴിഞ്ഞ് നമ്മളകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യമായി നമുക്ക് കാണാൻ പറ്റുന്നത് സൂര്യകുണ്ടെന്ന് പറയുന്ന തീർത്ഥക്കുളമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാനുള്ളത് നാഗക്ഷേത്രമാണ്. അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ധ്യാനലിംഗ ക്ഷേത്രവും പിന്നെ ലിംഗഭൈരവി ക്ഷേത്രവും അത് കഴിഞ്ഞ് സ്ത്രീകൾക്കുള്ള തീർത്ഥക്കുളമായിട്ടുള്ള ചന്ദ്രകുണ്ടുമാണ്. ഇത്രയുമാണ് ആദിയോഗിയിൽ നമുക്ക് കാണാനായിട്ട് ഉള്ളത്. ഇത്തവണ ആദിയോഗിയിലേക്ക് 2 ദിവസം താമസിക്കാനുള്ള റൂം ബുക്കിംഗ് ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഇത്തവണ ആദിയോഗിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഏകദേശം 6 മണി കഴിഞ്ഞപ്പോഴാണ് ബസ് ആദിയോഗിയിലേക്ക് പ്രവേശിച്ചത്. ഗാന്ധിപുരത്ത് നിന്നുള്ള 14D എന്ന് പറയുന്ന സ്പെഷ്യൽ ബസ്സിലാണ് യാത്രയ്ക്ക് എത്തിയത്. കോയമ്പത്തൂർ വന്നിറങ്ങിയാൽ അവിടെ നിന്നും 10 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഗാന്ധിപുരത്ത് എത്താം. ഗാന്ധിപുരത്ത് നിന്നും എല്ലാ അരമണിക്കൂർ കൂടുമ്പോഴും ആദിയോഗിയിലേക്ക് ബസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അങ്ങനെ ആദിയോഗിയിലേക്ക് പ്രവേശിച്ച് നേരെ നമ്മൾ അക്കോമഡേഷനിലേക്കാണ് പോകുന്നത്. 2 ഭാഗങ്ങളായാണ് ആദിയോഗി ഇഷ സെന്ററിനെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് സ്നേക്ക് എൻട്രിക്ക് പുറമേയുള്ള ആദിയോഗി സ്റ്റാച്ചുവും നമ്മൾ കയറി പോകുമ്പോൾ ആദ്യം കാണുന്നത് ആദിയോഗി സ്റ്റാച്ചു ആണ്. അത് കഴിഞ്ഞ് സ്നേക്ക് എൻട്രിക്ക് അപ്പുറം വശമുള്ള തീർത്ഥകുളങ്ങളും ക്ഷേത്രങ്ങളും യോഗ സെന്ററും ഒക്കെ അടങ്ങിയ മറ്റൊരു ഭാഗവും കൂടിയാണ്. ഇത്തവണ ബുക്കിംഗ് ഉള്ളത് കൊണ്ട് ആദ്യമേ തന്നെ ചെക്ക് ഇൻ ചെയ്യാമെന്ന് കരുതി സമയവും വൈകിയിരിക്കുന്നു. ഭക്ഷണവും താമസവും ഒക്കെ അറേഞ്ച് ചെയ്യണമെന്നുള്ളതും കൊണ്ട് നേരെ അക്കോമഡേഷനിലെ ചെക്ക് ഇനിലേക്കാണ് പോകുന്നത്. വെൽക്കം പോയിന്റ് എന്നാണ് ഇവിടുത്തെ ചെക്ക് ഇൻ ഏരിയയെ പറയുന്നത്. ഇഷ സെൻറ്ററിൻ്റെ മെയിൻ പോയിന്റിൽ നിന്നും നടന്നുകൊണ്ട് വേണം നമ്മൾ വെൽക്കം പോയിന്റിലേക്ക് എത്താൻ. വെൽക്കം പോയിന്റ് എത്തിക്കഴിഞ്ഞു ചെക്ക് ഇൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമുക്ക് ബഗ്ഗി സർവീസുകൾ സ്വീകരിക്കാവുന്നതാണ്. അത് തികച്ചും ഫ്രീ ആണ്. ആദിയോഗിയിലെ അക്കോമഡേഷൻസിനൊക്കെ വ്യത്യസ്തങ്ങളായ പേരുകൾ നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ശിവപാദം 1, 2, 3, 4. നമ്മുടെ അക്കോമഡേഷൻ വരുന്നത് ശിവപാദം 4-ലാണ്. സോ അതിനാൽ തന്നെ നമ്മളിവിടെ ചെക്ക് ഇൻ പ്രൊസീജിയർ ഒക്കെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ വെൽക്കം പോയിന്റിൽ നിൽക്കുവാണെങ്കിൽ ശിവപാദം 4-ലേക്ക് പോകുന്ന ബഗ്ഗി സർവീസ് ഇവിടെ നിർത്തുന്നതാണ്. ആദ്യമായാണ് ഇവിടെ ഒരു ബുക്കിംഗ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പ്രീ ചെക്ക് ഇൻ കംപ്ലീറ്റ് ചെയ്തെന്ന് ഉറപ്പുവരുത്തുക. പ്രീ ചെക്ക് ഇൻ എന്ന് പറയുന്നത് നമ്മൾ ബുക്കിംഗ് ചെയ്തതിന് ശേഷം ഒരു കൺഫർമേഷൻ വരും. അതേ പേജിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആധാർ പോലുള്ള നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഫോട്ടോയും നമ്മുടെ ആധാർ കാർഡും ഇവിടുത്തെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഇതാണ് പ്രീ ചെക്ക് ഇൻ എന്ന് പറയുന്ന പ്രൊസീജിയർ. ഇത് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്കിവിടെ ചെക്ക് ഇൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ശ്രദ്ധിക്കുക, ആദ്യമായി ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഇത്തരത്തിൽ ചെയ്യേണ്ടതുള്ളൂ. ചെക്ക് ഇൻ പ്രൊസീജിയറുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ നേരെ ഭക്ഷണം കഴിക്കാനാണ് പോയത്. ഇവിടെ ഒരു ഫ്രീ ഭക്ഷണശാലയും 3 പെയ്ഡ് റെസ്റ്റോറൻറ്റുകളുമാണ് ഉള്ളത്. ഫ്രീ ഭക്ഷണശാലയിൽ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും മാത്രമേ സെർവ് ചെയ്യുകയുള്ളൂ. അതിൻ്റെ ടൈമിങ്സ് ഞാനിവിടെ സ്ക്രീനിൽ ചേർക്കുന്നുണ്ട്. ഡിന്നറിനായി നമുക്ക് ചോറും ദോശയും മധുരക്കിഴങ്ങും സാമ്പാറും ഒക്കെ അടങ്ങുന്ന ചെറിയൊരു സമീകൃതമായ മീൽസാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. വെൽക്കം പോയിന്റിൽ നിന്ന് ഏകദേശം 200 മീറ്റർ മാത്രമാണ് ഫ്രീ ഭക്ഷണശാലയിലേക്കുള്ള ദൂരം. വെൽക്കം പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ബഗ്ഗി നിർത്തുന്ന 2ാമത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഈ ഭക്ഷണശാലയ്ക്ക് മുന്നിലാണ്. ശേഷം ബഗ്ഗിയിൽ കയറി ഞങ്ങളുടെ അക്കോമഡേഷനിലേക്കുള്ള യാത്ര തിരിച്ചു. ശേഷം 2ാം പാർട്ടിൽ ഉൾപ്പെടുത്താം.